നമ്മുടെ സ്ഥാപക പ്രസിഡൻ്റായിട്ടുള്ള എൽ സി ചേച്ചി നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എൽ സി ചേച്ചിയുടെ പ്രത്യേക ആ സ്വഭാവത്തെക്കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ഉത്സാഹമായിരുന്നു എല്ലാ അവസ്ഥയിലും, പ്രത്യേകിച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും വളരെ സന്തോഷത്തോടെ വചനം കേൾക്കുന്നതിനും വചനം കേൾക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിനും വളരെ ശുഷ്കാന്തി കാണിച്ച ഒരു പ്രിയപ്പെട്ട ആയിരുന്നു എൽ സി ചേച്ചി. ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം അവിടെ റെഡിയായിട്ട് കൃത്യമായിട്ട് നമ്മളെ ഒന്നും ഒരു വെയിറ്റും ചെയ്യിക്കാതെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ച, വളരെ കൃത്യമായിട്ടുള്ള കാഴ്ച എനിക്ക് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. അങ്ങനെ എൽ സി ചേച്ചി നമ്മോട് വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. കർത്തസന്നിധിയിലായിരിക്കും നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അടുത്ത കാര്യങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഇന്നത്തെ വനിതാ വിങ്ങിൻ്റെ മീറ്റിങ്ങിൽ എൽ സി എച്ചിനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്. നമ്മളിന്ന് വിട്ടുപോയി. കാരണം എൽ സി എച്ചിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എത്ര അസുഖത്തിൻ്റെ ഇതിലായാലും ഞങ്ങളെക്കാട്ടി മുമ്പ്, നമുക്ക് ആരോഗ്യമുള്ള നമ്മളെത്രയാട്ടി മുമ്പ് എല്ലാ മീറ്റിങ്ങിനും നേരത്തെ എത്തുവാനും നമുക്ക് വേണ്ടി ചെയ്ത PPCക്ക് വേണ്ട ചെയ്ത എല്ലാ സേവനങ്ങളും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. അവസാനം നമുക്ക് ഒരുമിച്ച് അവിടെ വെച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി എൽ സി എച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എൽ സി എച്ചിയുടെ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. മോനെ വേണ്ടിയിട്ടാണ് എൽ സി എച്ചി എപ്പോഴും ഞങ്ങളോട് പറയുമ്പോൾ മോന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങളോട് എപ്പോഴും പറയുക. മോൻ്റെ കാര്യം മോൻ അവർ പെങ്ങന്മാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ജോലി ചെയ്യാനും അവന് നല്ല ദൈവികമായിട്ടുള്ള ബുദ്ധി കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൽ സി എച്ച് ചെയ്ത എല്ലാ സേവനങ്ങളും ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. എല്ലാ നമ്മുടെ സെക്രട്ടറി മീറ്റിങ്ങിനായാലും ഉപവാസ പ്രാർത്ഥനയ്ക്കായാലും ഒക്കെ ആദ്യം എത്തുകയും എല്ലാ ഒരു നമുക്ക് ആരോഗ്യം ഒന്നും നോക്കാറേ ഇല്ല. അതൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ് ഈ സമയത്ത്. പ്രത്യേകിച്ച് എൽ സി എച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വനിതാ വിങ്ങിൻ്റെ 9ാം വാർഷിക ദിനത്തിൽ ഈ മീറ്റിങ്ങിൽ നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ, ഈ അനുസ്മരണ മീറ്റിംഗായിട്ട് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എൽ സി എച്ച് നമ്മുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡൻ്റായിട്ട് വളരെയധികം സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ചു. നമുക്കൊക്കെ നല്ലൊരു മാതൃകയായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഏത് മീറ്റിങ്ങിലും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് മീറ്റിങ്ങിന് ക്ഷണിച്ചാലും വളരെ ഉത്സാഹത്തോടെ, ശാരീരിക അസ്വസ്ഥതകളൊന്നും വകവയ്ക്കാതെ തന്നെ താൻ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളൊക്കെ കൊണ്ടുവരാൻ ചെല്ലുമ്പോഴൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ബാബേട്ട പറഞ്ഞ പോലെ തന്നെ ഒരുങ്ങിയിരിക്കും. അതുപോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും എന്നോട് ചോദിക്കും, ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സ്പോയിൽ 2 മീറ്റിങ്ങിന് ഞാനാണ് കൊണ്ടാക്കി കൊടുത്തത്. അപ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ജോബ്സിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഉച്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടാക്കി കൊടുത്തു 2 പ്രാവശ്യം. വളരെയധികം നമുക്ക് ഒരു മാതൃക തന്ന ഒരു വ്യക്തിത്വമായിരുന്നു എസ് എച്ച്. ഈ സമയത്ത് പ്രത്യേകം ഓർക്കുന്നു. നമുക്കൊരു വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അപ്പോൾ അവരുടെ ആ വിശ്വാസവും ആ ത്യാഗവും ഒക്കെയും നമ്മുടെ ജീവിതത്തിലും പകർത്തുവാനും വനിതകളായിരിക്കുന്ന നമ്മുടെ എല്ലാവരും ആ ഒരു തീഷ്ണതയിൽ മുന്നോട്ട് പോകുവാനും വരും കാലങ്ങളിൽ നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രത്യേക ഓർത്ത് എസ് എച്ച് ഓർക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ വാക്ക് പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ എൽ സി തോമസ് മിഷനെ സംബന്ധിച്ചിടത്തോളം വനിതാ വിങ്ങിനെ ശക്തമായി നേതൃത്വം കൊടുത്ത ഒരു സഹോദരിയാണ്. അവരുടെ വീട് തൃശ്ശൂരാണ്. ഭർത്താവിൻ്റെ വീട് അടുപ്പൂട്ടിയാണ്. 2 കൂട്ടരും ജോലിക്കാരായിരുന്നു. ഭർത്താവ് തോമസ് ഏട്ടൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്കാരായിരുന്നു. എൽ സി എച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണ് റിട്ടയർഡ് ചെയ്തത്. വളരെയധികം നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ എൽ സി എച്ച് മുൻപന്തിയിലായിരുന്നു.
LCH വേർപാട് മിഷന് തീരെ നഷ്ടമാണ്. അവർ ആരാധന കൂടി വരുന്നത് ലാസ്റ്റ് ഘട്ടത്തിൽ സണ്ണി പാസ്റ്റർ ചർച്ചിലായിരുന്നു. നമ്മുടെ ഏത് കാര്യങ്ങളിലും മിഷൻ്റെ വടക്കിന്ത്യൻ സപ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും എക്സ്പോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സംബന്ധമായ കാര്യങ്ങളായാലും അകമഴിഞ്ഞ് മിഷനെ സഹായിച്ച ഒരു സഹോദരിയായിരുന്നു സിസ്റ്റർ എൽസി തോമസ്. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സമയങ്ങളിലും അപ്പോഴൊക്കെയും താൻ വളരെയധികം സംയമനം പാലിച്ച് ഒരു വാക്കുപോലും പുറത്ത് കേൾക്കാത്ത രീതിയിൽ വളരെ കൺട്രോളായി ആ വീടിനെ നയിച്ചു എന്നത് നമുക്കൊക്കെയും ഒരു ഓർക്കാവുന്നതാണ്, അനുകരിക്കാവുന്നതാണ്. പ്രത്യേകാൽ അവർ 2 മക്കൾ, 2 പെൺമക്കളും ഒരു മകനുമുണ്ട്. അവർ 3 പേരും ഗൾഫിലാണ്. 2 പെൺമക്കൾ അവർ മരിച്ച ശേഷം മടങ്ങിപ്പോകുമ്പോൾ മകനായിരിക്കുന്ന സിംജോനെ തിരിച്ചു കൊണ്ടുപോയി. അവൻ അത്രമാത്രം ഒരു കഴിവുള്ള വ്യക്തിയല്ല, അല്പം ഒരു തണുത്ത അവസ്ഥയുടെ ആളാണ്. അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലും പ്രിയ LCH നല്ല മാതൃകകൾ പിൻപറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇരുന്നുകൊള്ളുന്നു. ഇപ്പോൾ LCH ഫോട്ടോ നമ്മളൊന്ന് പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്.